ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് റെസിപ്പി വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ പെരട്ടാണ്. റെസിപ്പി അറിയാനായി ഈ വീഡിയോ ഫുള്ളായി തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൽ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 1 കിലോ ചിക്കനിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 3 കൂടെ ചേർത്ത് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിലാവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൽ എത്രത്തോളം എണ്ണ ചേർക്കുന്നോ അത്രത്തോളം ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. കളറ് മാറി വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലോട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ എല്ലായിടത്തും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രോയിലർ ചിക്കനാണ്. പക്ഷേ ഇതിൽ നാടൻ കോഴിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ എല്ലാത്തിലും മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വീണ്ടും വേവിക്കണം. ഒരു 10 മിനിറ്റ് ഇടവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ 10 മിനിറ്റ് ഇടവിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ച് വെച്ച് വേവിക്കണം. ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ 10 മിനിറ്റ് ഇടവിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക.
ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എല്ലാത്തിലും ഒന്ന് മിക്സായി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതാണ് ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പാണത്. 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് ഒപ്പിച്ചെടുക്കണം. ആ എണ്ണയിലിട്ടതിനെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ ഒരു മസാല പരുവത്തിലായി. ഇനി അത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ടൊന്ന് ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, ഇതിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഉള്ളിയോ വെളുത്തുള്ളി, ഇഞ്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്രയും മാത്രമാണ് ഇൻഗ്രീഡിയൻസ്. ഇനിയിപ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. കണ്ടോ, എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് സേവിങ് ഡിഷിലോട്ടൊന്ന് മാറ്റി ഗാർണിഷൊക്കെ ചെയ്ത് സേവ് ചെയ്യാം. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.